ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ 2.1 കുട്ടികൾ വേണം. ഇതിനെയാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് അത് ഏകദേശം 1.3 മാത്രമാണ്. 2.1 ഇല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ ഒരു സമുദായം ഇല്ലാതാകും. നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ദൈവത്തെ ഓർത്ത് സ്വാമി അയ്യപ്പനോ ശബരിമലയോ ഗുരുവായൂരപ്പനോ എല്ലാം നമുക്ക് പവിത്രമാണ്. അതിനേക്കാൾ പവിത്രമാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന കാര്യം. ദയവായി ശ്രദ്ധിക്കുക. ഹിന്ദുക്കൾ അപകടകരമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷവും കേരളത്തിൽ ജനിക്കുന്ന ഹിന്ദുക്കളെക്കാൾ 50,000-ഓളം ഹിന്ദുക്കൾ മരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കണക്കല്ല, ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കാണ്. ഓരോ വർഷവും എത്ര ഹിന്ദുക്കൾ ജനിക്കുന്നു അതിനേക്കാൾ 50,000 ഹിന്ദുക്കൾ കൂടുതൽ മരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കാണ് കറക്റ്റായിട്ടുള്ള ഫെർട്ടിലിറ്റി റേറ്റ്. ഇതിനെ വിളിക്കുന്ന പേര് ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ്. അതായത് ഒരു അമ്മയുടെ ഉമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിച്ചാലേ ആ സമുദായം നിലനിൽക്കും, ആ സമൂഹം നിലനിൽക്കും. കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക. കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ തൽക്കാലം ഇല്ല എന്ന് ഒരു നിമിഷത്തേക്കൊന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 120 വർഷത്തിനകം കേരളം ശൂന്യമാകും. കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും. ഇത് മുസ്ലിങ്ങൾ കൊണ്ടല്ല. മലപ്പുറത്തിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ സയന്റിഫിക് എവിഡൻസ് വെച്ചാണ് പറയുന്നത്. മലപ്പുറത്തിനല്ല പ്രശ്നം, പത്തനംതിട്ടയ്ക്കാണ്, തിരുവനന്തപുരത്തിനാണ്, കൊല്ലത്തിനാണ്, തിരുവിതാംകൂറിനാണ് പ്രശ്നം. അതാണ് തിരുവിതാംകൂറിലെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെന്നൊക്കെ പഞ്ചസാര പുരട്ടി ഷുഗർ കോട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാർ പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികൾ ജനിക്കുന്നില്ല. ആ ലൈംഗികത ഇല്ലാത്തതുകൊണ്ടല്ല, സെക്ഷുവാലിറ്റിയുടെ പ്രശ്നം കൊണ്ടല്ല. പകരം തെറ്റായ പോപ്പുലേഷൻ പോളിസി ഹിന്ദുക്കൾക്ക് ഫോളോ ചെയ്യുന്നു. നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിമോ ക്രിസ്ത്യൻ സഹോദരനാണെങ്കിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഹിന്ദുക്കളെ നോക്കുക. എത്ര ഹിന്ദുക്കൾക്ക് 2 കുട്ടികളെങ്കിലും ഉണ്ട്? ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ 2.1 കുട്ടികൾ വേണം. ഇതിനെയാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് അത് ഏകദേശം 1.3 മാത്രമാണ്. 2.1 ഇല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ ഒരു സമുദായം ഇല്ലാതാകും. ആ ഡെമോഗ്രഫിക് ഇംപ്ലോഷൻ, പോപ്പുലേഷൻ ഇംപ്ലോഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.